ആ കൂടെ ഞാനെടുത്ത ഫോണിൻ്റെ റിയൽമി 15 5G. അപ്പോൾ ആ ഫോണൊന്ന് അൺബോക്സ് ചെയ്യുകയാണ്. അപ്പം ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു കുഴപ്പമില്ല, ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്തൊരു പൗച്ച് വന്നിട്ടുണ്ട്, പിന്നെ എന്തോ പേപ്പറും കാര്യങ്ങളുണ്ട്, അതവിടെ കിട്ടെ. പിന്നെ നമ്മുടെ ഈ സാധനം, പിന്നെ ഉള്ളത് ഫോൺ. കുഴപ്പമില്ല, നല്ല എന്താ പറയുക, നല്ലൊരു പ്രീമിയം ലുക്കിലാണ് ഇത് സംഭവം വന്നിരിക്കുന്നത്. 50 MB 2 ക്യാമറയാണ്. റീൽസ് എല്ലാം എടുക്കാൻ പറ്റിയ നല്ല ക്യാമറയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയും നല്ല 50 MB സെൽഫി ക്യാമറയാണ്. ഈ ബാക്ക് ക്യാമറ സോണീൻ്റെ എക്സ്ട്രാ എന്തോ ഫീച്ചേഴ്സുള്ള എന്തോ ഒരു ക്യാമറയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഇത് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 50 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ 1/2 മീറ്റർ വരെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്, അത് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ അത് തിരിച്ചിറങ്ങി പോകുന്നെല്ലാം പറയുന്നു. ശരിയാണോ എന്നറിയത്തില്ല. 7000 mAh ബാറ്ററിയാണ് വരുന്നത്. 8 GB റാമാണ് വരുന്നത്. സ്റ്റോറേജ് വരുന്നത് 126 GB സ്റ്റോറേജ്. 8 GB റാമാണ് വരുന്നത്. ക്യാമറ ക്ലിയർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് ലേശം കൂടുതലാണ്. പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഐഫോൺ S സീരീസ് ഒക്കെ എടുക്കണമായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരു അടവിനൊരു ഫോൺ എടുക്കുക എന്ന് പറഞ്ഞതിനേക്കാളും പിന്നെ ഉള്ള പൈസ മുഴുവൻ കൊടുത്തിട്ട് ഫോൺ എടുക്കുന്നതും വലിയ നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു ഫോൺ എടുത്തതാണ്. ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക, മോശമാണെങ്കിൽ മോശമെന്ന് പറയുക. നമുക്ക് അടുത്ത ഫോൺ മേടിക്കാമെന്നല്ലേ. നമുക്ക് അടുത്ത കൊല്ലം ഒരു കിടക്കാച്ചൊരു ഫോൺ എടുക്കാം, എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ AI കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് എന്താ വോയിസ് വെച്ചിട്ട് എന്തോ വീഡിയോ ഉണ്ടാക്കും, ഫോട്ടോ ഉണ്ടാക്കുന്ന അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ക്ലിയർ ഉണ്ടാവും, വീഡിയോയ്ക്ക് കുറച്ച് ക്ലിയർ ഉണ്ടാവും, നെറ്റ് ഉണ്ടെങ്കിൽ ക്ലിയർ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലോഗൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ക്ലിയർ ഉള്ള ക്യാമറയാണ്, ഫോണാണ് എന്നൊക്കെയാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത്. എനിക്കറിയില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ ചെയ്ത ആൾക്കാരെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഒന്ന് കണ്ടിട്ട് വേണം അതൊന്ന് ജസ്റ്റ് ചെയ്തൊന്ന് ട്രയലൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി. ഞാൻ അത്യാവശ്യം ഒന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എടുത്തത്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഫോണ്, അത്ര തന്നെ. അപ്പം ഐഫോൺ, എല്ലാവരുടെയും ആഗ്രഹം ഐഫോൺ S സീരീസ് ഒക്കെ എടുക്കണമെന്നാണ്. നമുക്ക് എടുക്കാമല്ലോ, സമയമുണ്ടല്ലോ, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. നമുക്ക് ഈ കൊല്ലം കഴിയുമ്പോഴത്തേന് അടുത്ത കൊല്ലം ആകുമ്പോഴത്തേന് അടുത്ത ന്യൂ ഇയറിന് S സീരീസ് അല്ലെങ്കിൽ ഐഫോൺ എടുത്തിരിക്കണം അല്ലേ. ഓക്കെ, ഒറ്റ വാക്കിൽ ഈ ഫോണിൻ്റെ ഒരു നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ, അതായത് ഇതിന് മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. സ്മാർട്ട് ഫോണിന് മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. 126 GB ഉള്ളൂ ഈ ഫോണിന് ഇൻ്റർ മെമ്മറി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ബാക്കിയുള്ള നെഗറ്റീവ് ഞാൻ നോക്കി കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.